والصلاة والسلام على من لا نبي بعده. صحيح ترغيب وترهيب കിതാബ് നവാഫിലെ തർഗീബ് ഫി ഖിയാമിൽ ലൈൽ എന്ന ഫസ്ലിൽ രാത്രി നിസ്കാരത്തിന് പ്രോത്സാഹനം നൽകുന്ന അതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന ഹദീസുകളുടെ ഫസ്ലിൽ അടുത്ത ഹദീസ് وعن يزيد بن الأخنس وكانت له صحبة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا تنافس بينكم إلا في اثنتين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, രണ്ട് വിഷയങ്ങളിലല്ലാതെ മത്സരമില്ല എന്നുള്ളത്. അഥവാ മുഅ്മിനീങ്ങൾ തമ്മിൽ മത്സരിക്കേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. റജുലുൻ അഅതാഹു അല്ലാഹു ഖുർആനൻ ഫഹുവ യഖൂമു ബിഹി ആനാ അൽ-ലൈലി വൻ-നഹാർ. ഒരു വ്യക്തി, ആ വ്യക്തി അല്ലാഹു തആല വ്യക്തിക്ക് ഖുർആൻ നൽകിയിട്ടുണ്ട്, ഖുർആൻ അറിയാം, ഖുർആൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൽമുണ്ട്. ആ ഖുർആൻ കൊണ്ട് അവൻ രാത്രിയും പകലുകളുമായിട്ട് അവൻ നിന്ന് നിസ്കരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദ്ദേശം രാത്രി നിസ്കരിക്കാറുണ്ട്. വയത്തബിഉ മാ ഫീഹി, അതുപോലെ തന്നെ ഖുർആനിൽ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത്, കൽപ്പനകളും വിരോധനങ്ങളും എല്ലാം അനുസരിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്നുണ്ട്. ഫയഖൂലു റജുലുൻ, ഇത് കണ്ടിട്ട് മറ്റൊരാൾ പറയും, ലൗ അന്ന അല്ലാഹ അഅതാനി മാ അഅതാ ഫുലാനൻ ഫഅഖൂം ബിഹി കമാ യഖൂം. ലൗ അന്ന അല്ലാഹ അഅതാനി, അല്ലാഹു എനിക്ക് നൽകിയിരുന്നെങ്കിൽ, മാ അഅതാ ഫുലാനൻ, ആ വ്യക്തിക്ക് നൽകിയത്, അഥവാ ഖുർആനും അറിവുമെല്ലാം എനിക്ക് നൽകിയിരുന്നെങ്കിൽ ഞാനും ആ വ്യക്തി രാത്രി നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുമായിരുന്നു എന്നുള്ളത്. അത് മത്സരിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ, നമ്മൾ കഴിഞ്ഞ ഹദീസുകളിൽ പറഞ്ഞ പോലെ ഗിബ്തത്ത് പോലെ, അതും എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് മത്സരിക്കേണ്ട കാര്യമാണ്. വറജുലുൻ അഅതാഹു അല്ലാഹു മാലൻ, രണ്ടാമത്തെ വ്യക്തി അല്ലാഹു സമ്പത്ത് നൽകിയ ആളാണ്. ഫഹുവ യുൻഫിഖു മിൻഹു വയതസദ്ദഖ്, അയാൾ അത് ചെലവഴിക്കുന്നു, സദഖ നൽകുന്നു. ഫയഖൂൽ റജുലുൻ മിസ്ല ദാലിക്, വേറൊരു വ്യക്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്കും അല്ലാഹു സമ്പത്ത് നൽകിയിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ ചെലവഴിക്കുമായിരുന്നല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ഹദീസുകളെ പോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങളാണ് മത്സരിക്കാനുള്ള അല്ലെങ്കിൽ ഗിബ്തത്ത് അനുവദനീയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. وعن فضالة بن عبيد وتميم الداري رضي الله عنهما عن النبي صلى الله عليه وسلم قال من قرأ 10 آيات في ليلة كتب له قنطار من الأجر. ഒരു വ്യക്തി അവൻ രാത്രി നിസ്കാരത്തിൽ 10 ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവനൊരു ഖിൻതാർ പ്രതിഫലം അവന്റെ മേലെ രേഖപ്പെടുത്തപ്പെടും. വൽ ഖിൻതാർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഖിൻതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിനേക്കാളും അതിനുള്ളതിനേക്കാളും ഖൈറായിട്ടുള്ളതാണ്. ഫഇദാ കാന യൗമുൽ ഖിയാമത്തി യഖൂലു റബ്ബുക അസ്സ വജൽ, അങ്ങനെ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയോട്, ദിവസവും ഒരു 10 ആയത്തെങ്കിലും പാരായണം ചെയ്ത് നിസ്കരിക്കുന്ന വ്യക്തിയോട് അല്ലാഹു പറയും, ഇഖ്റ വർഖ ബികുല്ലി ആയത്തിൻ ദറജതൻ, നീ പാരായണം ചെയ്യുക, നീ പാരായണം ചെയ്യുന്ന ഓരോ ആയത്തിനും നീ ഓരോ ദർജകൾ ഉയർന്നുകൊണ്ടേയിരിക്കുക. ഹത്താ യൻതഹിയ ഇലാ ആഖിരി ആയത്തിൻ മഅഹു, അങ്ങനെ ആ വ്യക്തിയുടെ അടുത്തുള്ള അവസാനത്തെ ആയത്ത് ഓതുന്നത് വരെ, അല്ലെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഹിഫ്ളാക്കിയിട്ടുള്ള ഈ രാത്രി നിസ്കാരത്തിൽ ഓതിയിട്ടുള്ള ആയത്തിൽ അവസാനത്തെ ആയത്ത് എത്തുന്നത് വരെ ഉയർന്നുകൊണ്ടേയിരിക്കും. യഖൂലുല്ലാഹു അസ്സ വജല്ല ലിൽ അബ്ദ്, അങ്ങനെ ആ എത്തുന്ന സമയത്ത് അല്ലാഹു തആല പറയും, ഇഖ്ബിൽ, നീ അവിടെ നിൽക്കുക എന്ന് നിൽക്കും. ഫയഖൂലുൽ അബ്ദു ബിയദിഹി, അല്ലാഹു അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും അവിടെ നിന്നിട്ട്, യാ റബ്ബി അൻത അഅലം, റബ്ബേ നിനക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. യഖൂൽ ബിഹാദിഹി അൽ ഖുൽദ് വ ബിഹാദിഹി അൻ നഈം, ഇതുകൊണ്ടാണ് ശാശ്വതമായിട്ടുള്ള സ്വർഗ്ഗം ലഭിക്കുന്നത്, ഇതുകൊണ്ടാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതായത് ഖുർആൻ പാരായണം ചെയ്ത് രാത്രി നിസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ ദർജകൾ ഉയർത്തുന്നതും അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനം ഉയരുന്നതും സ്വർഗ്ഗത്തിൽ വലിയ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങൾ ലഭിക്കാനുള്ള കാരണമായിരിക്കും. وعن عبد الله بن عمرو بن العاص رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من قام ب10 آيات لم يكتب من الغافلين. ആരെങ്കിലും 10 ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് രാത്രി നിസ്കരിക്കുകയാണ് എങ്കിൽ അവനെ അശ്രദ്ധരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുകയില്ല, അവൻ അശ്രദ്ധയിൽ നിന്ന് ഒഴിവായിരിക്കും. വമൻ ഖാമ ബിമിഅതി ആയ കുതിബ മിനൽ ഖാനിതീൻ. 100 ആയത്താണ് ഒരാൾ പാരായണം ചെയ്ത് നിസ്കരിക്കുന്നതെങ്കിൽ അവൻ ഖാനിതീങ്ങളുടെ കൂട്ടത്തിൽ, അഥവാ അള്ളാഹുവിനോട് അതിയായ കീഴ്വണക്കം കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് എഴുതപ്പെടുക.
വമൻ ഖാമ ബിഅൽഫി ആയ കുതിബ മിനൽ മുഖന്തരീൻ. ആരാണോ 1000 ആയത്ത് പാരായണം ചെയ്ത് രാത്രി നിസ്കരിക്കുന്നത് അവനെ മുഖന്തരീങ്ങൾ അഥവാ ഖിൻതാറോളം വലിയ അളവിൽ പ്രതിഫലം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിലാണ് രേഖപ്പെടുത്താറുള്ളത്. അതുപോലെ തന്നെ ഹഫീൽ മുൻദിരി ഹദീസ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, തബാറക്കല്ല സൂറത്തുൽ മുൽക്ക് മുതൽ അവസാനം വരെ ഒരാൾ പാരായണം ചെയ്താൽ അതിൽ 1000 ആയത്തുകൾ അവൻ പാരായണം ചെയ്തതാകുമെന്ന്. അപ്പോൾ ഒരാൾ രാത്രി നിസ്കാരത്തിൽ മുൽക്ക് മുതൽ അവസാനം വരെ പാരായണം ചെയ്താൽ തന്നെ അയാൾ 1000 ആയത്തുകൾ പാരായണം ചെയ്ത ഒരു വ്യക്തിയാകും. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال من حافظ على هؤلاء الصلوات المكتوبات لم يكن من الغافلين. ആരെങ്കിലും ഈ 5 വക്ത് നിസ്കാരം നിർബന്ധമായത് കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അവൻ അശ്രദ്ധരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തലാവുകയില്ല. വമൻ ഖറഅ ഫീ ലൈലത്തിൻ 100 ആയ ആരെങ്കിലും രാത്രിയിൽ 100 ആയത്ത് പാരായണം ചെയ്ത് നിസ്കരിക്കുകയാണെങ്കിൽ ലം യുക്തബ് മിനൽ ഗാഫിലീൻ അവൻ അശ്രദ്ധരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തപ്പെടില്ല. ഔ കുതിബ മിനൽ ഖാനിതീൻ അതല്ല എങ്കിൽ അള്ളാഹുവിനോട് കീഴ്വണക്കം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ അവനെ രേഖപ്പെടുത്തും. മറ്റൊരു റിവായത്തിൽ മൻ ഖറഅ 10 ആയാത്തിൻ ഫീ ലൈല ലം യുക്തബ് മിനൽ ഗാഫിലീൻ. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ. അപ്പോൾ രാത്രി ഈ ഫസ്ലിലെ ഹദീസുകൾ ഇവിടെ അവസാനിച്ചു. രാത്രി നിസ്കാരത്തിന്റെ ഫളലും ശ്രേഷ്ഠതയും അതിന്റെ മഹത്വവും അത് ഇത്ര ആയത്തുകൾ പാരായണം ചെയ്ത് നിസ്കരിക്കുന്നതിന്റെ മഹത്വവും എല്ലാം ഈ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നഫ്ലുകളിൽ വലിയൊരു നിഅമത്താണ് രാത്രി നിസ്കാരം എന്നുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയിക്കുന്ന അടയാളമാണ് അയാൾക്ക് സ്ഥിരമായി കൊണ്ട് രാത്രി നിസ്കാരം ഖുശൂവോടുകൂടി നല്ല രീതിയിൽ നിസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളത്. അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളമാണ് എന്ന് ചില പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു കാണാം. അതുകൊണ്ട് തന്നെ അതിന് തൗഫീഖ് ലഭിച്ചവർ അള്ളാഹുവിന് കൂടുതൽ നന്ദി കാണിക്കുകയും തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്തവർ അള്ളാഹുവിനോട് അതിനെ ചോദിക്കുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹു തആല രാത്രി നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.